ഇന്ന് 6ാമത്തെ ദിവസമായി. നാളെ ഒരാഴ്ചയാവും. വിൻ്റർ ആർക്ക് തുടങ്ങിയിട്ട് ഒരാഴ്ച. ഇത്രയും നാളും വർക്കൗട്ട് ചെയ്യാൻ സമയമില്ല, അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല, വർക്കൗട്ട് ചെയ്യാൻ പൈസ ഇല്ല, ജിമ്മിൽ പോകാൻ പൈസ ഇല്ല, ഡയറ്റ് നോക്കാൻ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞതിലൊരു 5% ആൾക്കാർക്കെങ്കിലും വിൻ്റർ ആർക്ക് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡിൻ്റെ പേരിലെങ്കിലും വർക്കൗട്ട് തുടങ്ങിയവരുണ്ടാവും. ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് മടുത്തു തുടങ്ങിയിട്ടുണ്ടാവും പലരും. പക്ഷേ യു ഷുഡ് നോട്ട് ഗിവ് അപ്പ്. അങ്ങനെ ഗിവ് അപ്പ് ചെയ്യാനാണെങ്കിൽ പിന്നെ എന്തിനാണ് നീ തുടങ്ങിയത്? ഒരു കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, ഒരാഴ്ച കൂടുതൽ ഒരു കാര്യം നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നീ തുടങ്ങി? നിങ്ങൾ തന്നെ വിചാരിക്കണം നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആവില്ല. ചുമ്മാ വീട്ടിൽ ഇരുന്നതെന്നും പറഞ്ഞ് ബെറ്റർ ആവാൻ പോകുന്നില്ല. അല്ലാണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കുറേ മോട്ടിവേഷണൽ റീൽസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ഒരിക്കലും ബെറ്റർ ആവാൻ പോകുന്നില്ല. അത് കണ്ടുകൊണ്ടിരിക്കത്തുള്ളൂ ജീവിതകാലം മൊത്തം. അവസാനം മരിക്കുന്ന സമയത്തും അങ്ങനെ തന്നെ ഇരിക്കും, ഒരു മാറ്റം ഉണ്ടാവില്ല. വീട്ടുകാർക്കും ബാധ്യതയായി, നാട്ടുകാർക്കും ബാധ്യതയായി. നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വർക്ക് ചെയ്യണം. അല്ലാണ്ട് വേറെ ആരും വന്ന് വർക്ക് ചെയ്ത് തരില്ല. ഞാനോ നിങ്ങളുടെ വീട്ടുകാരോ നിങ്ങളുടെ കൂട്ടുകാരോ ആരും വന്ന് വർക്ക് ചെയ്യില്ല. നിൻ്റെ ലൈഫ് നിനക്ക് ബെറ്റർ ആക്കണമെന്നുണ്ടെങ്കിൽ നീ തന്നെ എണീറ്റ് വർക്ക് ചെയ്യണം, അല്ലാണ്ട് കാര്യമില്ല. പിന്നെ ഡയറ്റ് നോക്കാൻ കാശില്ലെന്ന് പറയുന്നത്. ഞാൻ ഡെയിലി മാക്സിമം 2 മീലാണ് കഴിക്കുന്നത്. 2 മീൽ. ഡയറ്റ് നോക്കാൻ പൈസ ഇല്ല, ജിമ്മിൽ പോകാൻ പൈസ ഇല്ല എന്നൊക്കെ പറയുന്ന എക്സ്ക്യൂസസാണ്. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് പണിയെടുക്കാൻ വയ്യാത്തതുകൊണ്ട് പറയുന്ന എക്സ്ക്യൂസസ്. എത്ര കാലം ഇങ്ങനെ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കും? സ്റ്റോപ്പ് ബീയിങ് എ ഡിസപ്പോയിൻമെൻറ്റ് ഫോർ എവ്രി വൺ അറൗണ്ട് യു. സ്റ്റോപ്പ് ബീയിങ് എ ഡിസപ്പോയിൻമെൻറ്റ് ഫോർ യുവർ സെൽഫ്. വർക്ക് ഹാർഡ്. എനിക്ക് അത്ര പറയുള്ളൂ. കാരണം വേറെ ആരും വരില്ല നിങ്ങളെ രക്ഷിക്കാൻ. നീ മാത്രമേ ഉള്ളൂ നിന്നെ രക്ഷിക്കാൻ. ബൈ.